അപ്പോൾ ഹലോ ഗൈസ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് ഫുഡ് അടിക്കാനായിട്ടോ. കനോസയിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ പോൾസ്കി കാവില്ല അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കാക്കനാടാണ് ഈ ഷോപ്പ് വരുന്നത്. അകത്ത് കയറിയപ്പോൾ തന്നെ ഫുൾ പച്ചപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതൊരു ഇറ്റാലിയൻ ക്യുസീൻ റെസ്റ്റോറൻ്റ് കേട്ടോ. ചീസ് എല്ലാവരും ചിരിച്ചിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിനകത്ത് ഇഷ്ടംപോലെ ഇറ്റാലിയൻ വേർഡ്സൊക്കെ ഇങ്ങനെ തർജിമ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിതൊക്കെ നോക്കി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പോഴത്തെ മെനു വന്നു. മെനുവിനകത്ത് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. പക്ഷേ എൻ്റെ കണ്ണുപോയ അവിടുത്തെ പിസയിലോട്ടും പിന്നെ ലസാനിയയിലോട്ടുമാണ്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കതൊക്കെ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാം. അടിപൊളി. അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം. നല്ല ആംബിയൻസ് ആട്ടോ. ചെറിയൊരു കോസി ആയിട്ടുള്ളൊരു സ്ഥലം. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇഷ്ടംപോലെ പിക്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഓർഡർ വന്നു. ഇതാണ് ചിക്കൻ വിങ്സ്. ബാർബിക്യൂ സോസ് ആണ് എൻ്റെ ടോപ്പിംഗ് ആയിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ ഒരു സോസും ഉണ്ട്. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു ചെറിയ സ്മോക്ഡ് ടേസ്റ്റുള്ള നല്ല അടിപൊളി സാധനം കേട്ടോ. അമ്മ ഫോർക്കൊക്കെ വെച്ച് കഴിക്കുന്നു. നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ കഴിക്കാം. അതാണ് എൻ്റെ ഒരു രസം. അപ്പോൾ ഇതാണ് ചിക്കൻ വിങ്സ്. ആഹാ, എന്താ ഭംഗി. മറ്റേ ബാർബിക്യൂ സോസ് ഇങ്ങനെ കോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഒരു ബ്രൗൺ കളറിലിരിക്കുന്നത്. ആ സോസിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിച്ച് നോക്കാം. സംഭവം ചെറിയൊരു സ്മോക്കി ടേസ്റ്റൊക്കെ ആയിട്ട് ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ടേസ്റ്റാണ്. നമ്മുടെ KFC വിങ്സ് പോലെ തന്നെ, പക്ഷേ ബാർബിക്യൂ സോസ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വേറിട്ടൊരു ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ഐറ്റം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു സ്റ്റാർട്ടറായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അടിപൊളി സാധനം. ഇനി നമുക്ക് നമ്മുടെ പിസയ്ക്ക് വേണ്ടിയാണ് വെയിറ്റിങ്. അപ്പോൾ നമുക്കിത് കഴിച്ച് തീർക്കാം. അപ്പോഴത്തെ ഒരു പ്ലേറ്റ് വന്നു. ഇതാണ് നമ്മുടെ പിസ്സ. ഇതാണ് സാത്തർ പിസ്സ. എൻ്റെ കൂടെ കുറച്ച് ടോപ്പിങ്സും സോസും ഒക്കെ വന്നിട്ടുണ്ട്. ഈ ചെറിയ പ്ലേറ്റ് കാണാൻ നല്ല രസമുണ്ടല്ലേ. ഒരു പ്രത്യേക ഡിസൈൻ. ഇതൊരു മിഡിൽ ഈസ്റ്റേൺ ടൈപ്പ് പിസ്സയാണ്. ഓണിയൻസ്, ബെൽ പെപ്പർ, പിന്നെ ഗാർലിക് മയണൈസൊക്കെ ടോപ്പ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. ചീസ് പുള്ള് ഈ ഒരു പീസിൽ കണ്ടില്ല, പക്ഷേ അടുത്ത പീസിൽ ചീസ് പുള്ള് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു പീസ് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. ഇറ്റാലിയൻ കറി ഉണ്ടെങ്കിൽ നമ്മൾ ഓടിക്കും, പക്ഷേ നമുക്ക് സോസ് ആഡ് ചെയ്യുന്നത് രസമായിട്ട് തോന്നി. അതിൻ്റെ കൂടെ ഒർഗാനോ ഉണ്ട്, പിന്നെ ഹോട്ട് ചില്ലി ഫ്ലേക്സും ഉണ്ടായിരുന്നു. രണ്ടും കൂടെ ഇട്ടപ്പോഴത്തേക്കും സംഭവം അടിപൊളിയായി. നല്ലൊരു ടേസ്റ്റ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റമാണ്. പിസ്സ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റാണ്. കണ്ടില്ലേ, ഡൊമിനോസിലൊക്കെ പോലത്തെ അല്ല, ഇച്ചിരി നല്ല സോഫ്റ്റായിട്ടുള്ള പിസ്സയാണ്. നമുക്കിങ്ങനെ മടക്കാനൊക്കെ പറ്റും. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി അവിടെ ഇരുന്ന ഡിപ്പും കൂടെ ചേർത്ത് കഴിച്ചു നോക്കി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഡിപ്പിൻ്റെ കൂടെ അത് നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ലസാനി വന്നു. നല്ല പ്രസൻറ്റേഷനാണ്. എൻ്റെ മുകളിലൊരു ബ്രൊക്കോളിയൊക്കെ ഉണ്ട്. ഇതിനകത്ത് പാസ്തയുടെ ഷീറ്റ് പോലത്തെ ലെയറിനകത്തോട്ട് മിൻസ്ഡ് ബീഫും ചീസും ഒക്കെ വെച്ചിട്ടുള്ളൊരു ഡിഷാണ്. സംഭവം പ്രസൻറ്റേഷൻ വൈസ് അടിപൊളിയായിരുന്നു. ഞാനൊരു കുറച്ച് ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്. ഒരു ചീസി ടേസ്റ്റാണ്. ഇച്ചിരി ബ്ലാൻഡാണ്. സോ സ്പൈസസ് ഒക്കെ ഇടുമ്പോഴത്തേന് ഇച്ചിരി കൂടെ അടിപൊളിയാവും. ഇതാണ് ബില്ല്. പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.